നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 13 വയസ്സുകാരിയെ കൊച്ചിയിൽ നിന്ന് കാണാതായത് ആ തിരച്ചിൽ പോലീസിനെ ചില്ലറയൊന്നല്ല വെള്ളം കുടിപ്പിച്ചത്. ആ 13 വയസ്സുകാരിയെ കണ്ടെത്താൻ ഏകദേശം 4000 കിലോമീറ്ററുകളോളമാണ് റോഡ് മാർഗം കേരള പോലീസിന് സഞ്ചരിക്കേണ്ടി വന്നത്. അവസാനം പെൺകുട്ടി സഞ്ചരിച്ച് എത്തിയിരിക്കുന്നത് ഒഡീഷയിലെ നക്സൽ ബാധിത മേഖലയിൽ. ആ മേഖലയിൽ നിന്ന് 13കാരിയെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് കേരള പോലീസ്. കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ ഒഡീഷ സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിലെ നബാഗൊച്ച ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തിയത്. ഓഗസ്റ്റ് 13 വൈകിട്ട് 6 മണിയോടെയാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മകളെ കാണാനില്ലെന്ന പരാതിയുമായിട്ട് കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. പരാതി ലഭിച്ച ഉടൻ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കുട്ടി താമസിച്ചിരുന്ന മേഖല മേഖലയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സേലത്ത് ജോലി ചെയ്യുന്ന കേശവ് എന്നയാളെ കുറിച്ചും വിവരം ലഭിച്ചത്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സേലത്തെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒഡീഷ സ്വദേശിയായ യുവാവുമായി കുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നതായി പോലീസ് മനസ്സിലാക്കി. തുടർന്ന് കുറുപ്പമ്പടിയിൽ നിന്നുള്ള പോലീസ് സംഘം സേലത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. കുട്ടിയുമായി സൗഹൃദത്തിലായിരുന്ന യുവാവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതായും അന്വേഷണത്തിന് വെല്ലുവിളിയായി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി KS സുദർശനന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒഡീഷയിലേക്ക് യാത്ര തിരിച്ചു. ഒഡീഷയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി അലോക് എന്ന യുവാവിനൊപ്പം ഗഞ്ചം ജില്ലയിലെ നബാഗൊച്ച ഗ്രാമത്തിലുണ്ടെന്ന നിർണായക വിവരം ലഭിച്ചത്. പ്രദേശം നക്സൽ ബാധിത മേഖലയാണെന്നും അവിടേക്കുള്ള യാത്ര ഏറെ അപകടകരമാണെന്നും മനസ്സിലാക്കിയ അന്വേഷണ സംഘം ഓഗസ്റ്റ് 18 ഒഡീഷയിലെത്തി. പകൽ സമയത്ത് പോലീസ് വാഹനങ്ങൾ പ്രദേശത്ത് പ്രവേശിക്കുന്നത് പ്രായോഗികമല്ലെന്നും ബെഞ്ചനഗർ പോലീസ് അറിയിക്കുകയായിരുന്നു. ഇതോടെ അർദ്ധരാത്രിയോടെ പ്രദേശത്തേക്ക് പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. SHOയുടെ നേതൃത്വത്തിൽ ആയുധധാരികളായ 8 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തോടൊപ്പം നിയോഗിച്ചു. കുറുപ്പമ്പടി സംഘത്തിനും സുരക്ഷയ്ക്കായി ആയുധങ്ങൾ നൽകി. രാത്രി 12 മണിയോടെ വനമേഖലയിലൂടെ ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിച്ച് പോലീസ് സംഘം ലക്ഷ്യസ്ഥാനത്തിന് 1 കിലോമീറ്റർ അകലെയായി വാഹനങ്ങൾ നിർത്തി. തുടർന്ന് ഒറ്റനിരയായി കാട്ടിലൂടെ നടന്ന പ്രദേശത്തേക്ക് പ്രവേശിച്ചു. കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 5 വീടുകളിൽ അലോകിന്റെ വീട് കണ്ടെത്തുന്നതും ദുഷ്കരമായിരുന്നു. ഒടുവിൽ വീട് തിരിച്ചറിഞ്ഞ് പോലീസ് സംഘം വീടിന് ചുറ്റും വളയം തീർത്തു. ഇതിനിടെ സമീപ വീടുകളിലുള്ളവരും സമീപവാസികൾ ഉണർന്നെത്തി ചെറിയ വാക്കുതർക്കത്തിനൊടുവിൽ പോലീസ് അലോകിനെയും കാണാതായ പെൺകുട്ടിയെയും കണ്ടെത്തുകയായിരുന്നു. അപകട സാധ്യത നിറഞ്ഞ നക്സൽ ബാധിത പ്രദേശത്ത് നിന്ന് പെൺകുട്ടിയെയും അലോകിനെയും സുരക്ഷിതമായി ബെഞ്ചനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഏകദേശം 4000 കിലോമീറ്റർ സഞ്ചരിച്ച അന്വേഷണ സംഘം പെൺകുട്ടിയുമായി കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ KM അബി, സീനിയർ CPOമാരായ NP ബിന്ദു, അരുൺ K കരുണൻ, രജിത് റാം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.